യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഇന്ന് നമ്മൾ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന്റെ സഭയാകുന്ന പ്രാവിനെ ഒരു ക്രൂര മൃഗത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന ഒരു വിഷയമാണ്. 70 ആഴ്ചവട്ടത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു തുടങ്ങിയത്. ബൈബിളിലെ പ്രവചനങ്ങളുടെ താക്കോലാണ് 70 ആഴ്ചവട്ടം എന്നുള്ളത്. ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൽ കേന്ദ്രീകൃതമായിട്ടാണ് ആയിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ച അന്നു മുതൽ ദൈവം ഈ ലോക ചരിത്രത്തിൽ 70 ആഴ്ചവട്ടം അഥവാ 490 വർഷം വീതമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് 4 തെളിവുകൾ ചരിത്രത്തിൽ നിന്ന് നാം കാണുകയാണ്. അബ്രഹാമിനെ വിളിച്ചത് മുതൽ മിസ്രൈമിലെ പെസഹ വരെ 505 വർഷമുണ്ടായിരുന്നു. അതിൽ ജഡീക സന്തതിയായ ഇസ്മായേൽ വീട്ടിൽ വസിച്ച 15 വർഷം കുറച്ച് കളയേണ്ടതായിട്ടുണ്ട്. ദൈവം പറഞ്ഞ വാക്ക്, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. അപ്പൊ 505 നിന്ന് ആ 15 വർഷം പുറത്താക്കി കളയുമ്പോൾ കൃത്യമായി നമുക്ക് 490 എന്ന് കിട്ടുകയാണ്. രണ്ടാമത്തെ കണക്കിൽ ആ മിസ്രൈമിലെ പെസഹ മുതൽ ശലോമോന്റെ കാലത്തെ ദേവാലയ പ്രതിഷ്ഠ വരെ 601 വർഷമുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നത് കൃത്യമായി 111 വർഷമാണ്. ഇത് ഞാനായിട്ട് കണക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം പോലും കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൃത്യമായി 111 വർഷമാണ് കിട്ടുന്നത്. 601 നിന്ന് 111 വർഷം കുറച്ചു കഴിയുമ്പോൾ അവിടെയും നമുക്ക് 490 എന്ന് കിട്ടുകയാണ്. മൂന്നാമത്തെ കണക്ക്, ശലോമോന്റെ കാലത്തെ ദേവാലയ പ്രതിഷ്ഠ മുതൽ യെരുശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയാൻ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന അർത്തഹസിസ്റ്റ മഹാരാജാവിന്റെ കൽപ്പന പുറപ്പെട്ടതുവരെ 560 വർഷം ഉണ്ടായിരുന്നു. ആ 560 നിന്ന് ബാബേൽ പ്രവാസ കാലം കുറച്ചു കഴിയുമ്പോൾ 70 വർഷമാണ് ഇസ്രായേൽ ജനം ബാബിലോണിൽ അടിമകളായിരുന്നു. ആ 70 വർഷം കുറച്ചു കഴിയുമ്പോൾ അവിടെയും നമുക്ക് കൃത്യമായി 490 എന്ന് കിട്ടുകയാണ്. അത് കഴിഞ്ഞുള്ള 490 വർഷം കഴിയുമ്പോൾ യഹൂദന്റെ രാജ്യം ഇനി വേറെ ആരും ആക്രമിക്കാതെ കീഴടക്കാതെ യഹൂദന് തന്നെ അത് സ്വന്തമായിരിക്കുകയും മശിഹ അവരെ ഭരിക്കുകയും ചെയ്യും എന്നായിരുന്നു യഹൂദന്മാരുടെ ധാരണ. ആ നാലാമത്തെ 490 വർഷത്തിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തി 1:6 ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കും. ആ നാലാമത്തെ 490 വർഷത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ച, കർത്താവേ, ഈ കാലത്തിലാണല്ലോ നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്. യേശു പറഞ്ഞു, കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. യേശു അങ്ങനെ ആ 490 വർഷത്തിൽ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിൽ നിന്ന് നിങ്ങളുടെ കാര്യം അതറിയുന്നതല്ല, നിങ്ങളുടെ കാര്യം സാക്ഷ്യം പറയുന്നതാണ് എന്ന് പറഞ്ഞതിന്റെ ആ മർമ്മത്തിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുക. നാലാമത്തെ 490 വർഷത്തെ 3 ഘട്ടമായി തിരിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 9:25, 26, 27 വാക്യം. നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ച. 2 പ്രഭുക്കളെ നമ്മൾ അവിടെ കാണുകയാണ്. ഒന്ന്, അഭിഷിക്തനായ ഒരു പ്രഭു, അത് യേശുക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വാക്കിനർത്ഥം അഭിഷിക്തൻ എന്നാണ്. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥി
പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ആ പ്രവചനം കൃത്യമായി നിറവേറി. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് കൃത്യമായി 483 വർഷമാണ്. 69 കൂടെ 7 483 കൃത്യമാണ്. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു രണ്ടാമത്തെ പ്രഭുവാണ്. വരുവാനിരിക്കുന്ന പ്രഭു 4ാമത്തെ 490 വർഷത്തെ 3 ഘട്ടമായി തിരിക്കുന്നു. 1 483. ഇനി 7 വർഷം കൂടെ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രവാസകാലം വന്നു കയറി. ആദ്യത്തെ കണക്കിൽ 15 വർഷം കുറച്ചപ്പോഴാ നമുക്ക് 490 കിട്ടിയത്. രണ്ടാമത്തെ കണക്കിൽ 111 വർഷം കുറച്ചപ്പോഴാ 490 കിട്ടിയത്. മൂന്നാമത്തെ കണക്കിൽ 70 വർഷം കുറച്ചപ്പോഴാ 490 നമുക്ക് കിട്ടിയത്. 4ാമത്തെ കണക്കിലും സഭായുഗം എന്ന് പറയുന്ന ആ കാലഘട്ടം കുറച്ചാൽ നമുക്ക് 490 എന്ന് കിട്ടും. സഭായുഗം എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. യഹൂദനോടുള്ള ദൈവത്തിന്റെ ഇടപെടലിൽ ഇനി 7 വർഷം കൂടെ ഉള്ളൂ. അതിനെയാണ് പൊതുവെ മഹോപദ്രവം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അന്തിക്രിസ്തുവിന്റെ ഭരണം എന്നൊക്കെ. അതാണ് ആ 7 വർഷം. ദാനിയേൽ പ്രവചനത്തിലേക്ക് വന്നാട്ടെ. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ഇത് അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ ഈ ഒരാഴ്ചവട്ടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 483 വർഷത്തിൽ കഴിഞ്ഞ കാര്യം പറഞ്ഞു അവിടെ നിൽക്കുന്നു. ഇടയ്ക്കൊരു സഭായുഗമുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ഈ സഭയുടെ എടുക്കപ്പെടലിന് ശേഷം വരാൻ പോകുന്ന ഒരാഴ്ചവട്ടം അഥവാ മഹോപദ്രവ കാലഘട്ടം, അതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മഹോപദ്രവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. ആ മഹോപദ്രവം തുടങ്ങുന്നതിന് മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, മഹോപദ്രവത്തിലൂടെ നാം കടന്നു പോകുകയില്ല. അത് യഹൂദന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ആ മഹോപദ്രവ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് വരുവാനിരിക്കുന്ന പ്രഭു അഥവാ അന്തിക്രിസ്തു, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആ ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. യഹൂദൻ ഇന്ന് ആലയമില്ല. എന്തുകൊണ്ട് ഇല്ല? ഒരേ സമയം 2 ആലയം നിലനിന്നുകൂടാ. സമാഗമന കൂടാരം ആദ്യമുണ്ടായിരുന്നു. ആ സമാഗമന കൂടാരം മരുഭൂമിയിലെ ആരാധനയ്ക്കായിരുന്നു. അതിനുശേഷം അവർ കനാൻ നാട്ടിലെത്തി സുസ്ഥിര സംവിധാനമുള്ള ഒരു ആലയം പണിതു, ശലോമോന്റെ ആലയം. ശലോമോന്റെ ആലയം തകർന്നു കഴിഞ്ഞിട്ടാണ് സെരുബാബേലിന്റെ ആലയം പണിതത്. സെരുബാബേലിന്റെ ആലയം തകർന്നു കഴിഞ്ഞിട്ടാണ് ഹെരോദാവിന്റെ ആലയം പണിതത്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് ഹെരോദാവിന്റെ ആലയമാണ്. ഗുരു നോക്കൂ, എത്ര നല്ല കല്ല്, എത്ര നല്ല പണി. 46 വർഷം കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പണിത ദേവാലയം എന്ന് പറയുന്നില്ലേ, അത് യേശുക്രിസ്തു ഭൂമിയിലുള്ളപ്പോൾ ഹെരോദാവിന്റെ ആലയമാണ്. പക്ഷെ യേശു പറഞ്ഞു, ഈ ആലയം കല്ലിന്മേൽ ശേഷിക്കാതെ തകർന്നു പോകും. ആ ആലയം തകർന്നു പോയി. ഇന്ന് വേറൊരു ആലയം ഭൂമിയിലുണ്ട്. 1 തിമോഥെയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാമാലയം. ഇന്നത്തെ ആലയം സമാഗമന കൂടാരമല്ല, സെരുബാബേലിന്റെ ആലയമല്ല, ഹെരോദാവിന്റെ ആലയമല്ല. അതെല്ലാം തകർന്നുപോയി. ഇന്ന് ഭൂമിയിലുള്ള ആലയം ദൈവസഭയാകുന്ന ആലയമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യഹൂദന്മാർക്ക് ഇന്ന് എന്തില്ല? ആലയമില്ല. 1 മണിക്കൂർ കൊണ്ട് ആലയം പണിയാനുള്ള എല്ലാ ക്രമീകരണവും യഹൂദന്മാർ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു വെച്ചിരിക്കും. അധികം പേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം, ചുവന്ന പശു എന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റെഡ് ഹോഫർ. യഹൂദൻ ഇന്ന് ആലയം പണിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, തടസ്സങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവർക്ക് ആലയം പണിയാൻ പറ്റും. പണിയാത്തതിന്റെ ഒരു കാരണം, പല കാരണങ്ങൾ, ഒരു കാരണം അവർക്ക് പറയാനുള്ളത്, ആലയം പണിതാൽ ആ ആലയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ചുവന്ന പശുക്കിടാവിനെ യാഗമർപ്പിക്കണം. വേറെ യാതൊരു കളറും ചേരാത്ത ഒരു ചുവന്ന പശുവിനെ വേണം. ഇന്ന് ഞാൻ പറയുന്ന കാര്യം വളരെ ഒതന്റിക്കലാണ്, ആധികാരികമാണ്. യഹൂദന്മാരുടെ ഇടയിൽ ടെമ്പിൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതിനകത്ത് 3000 പുരോഹിതന്മാരെ ഓൾറെഡി അവർ അസൈൻ ചെയ്തിട്ടുണ്ട്. 3000 പുരോഹിതന്മാർ. ഈ ടെമ്പിൾ മൂവ്മെന്റിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു ചുവന്ന പശുക്കിടാവിനെ തിരക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ജോലി. ലോകത്തെല്ലായിടും അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോ ചിലപ്പോ ഒരു ചുവന്ന പശുക്കിടാവിനെ കിട്ടും. പക്ഷേ അതിനെ അവർ വളരെ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ ചിലപ്പം അതിന്റെ വാലിന്റെ അറ്റത്തൊരു വെളുത്ത കളറ്, അല്ലെങ്കിൽ അതിന്റെ കാലുകള്
ഏറെ ഏതെങ്കിലും ഒരു കളർ, അത് പാടില്ല. സമ്പൂർണമായും ചുവപ്പ് കളറുള്ള ഒരു പശുക്കിടാവിനെ വേണം. അപ്പൊ യഹൂദൻ ഇന്ന് ആലയം പണിയാത്തതിന്റെ ഒരു കാരണം, ഒരു പശുക്കിടാവിനെ കിട്ടിയാൽ മതി. ആ പശുക്കിടാവിനെ യാഗമർപ്പിച്ച് നിർമ്മല ജലം തളിച്ച് ആലയത്തെ ശുദ്ധീകരിക്കണം. അപ്പൊ ആലയം പണിയാത്തതിന്റെ കാരണം ഒന്ന്, അവർ പറയുന്നത് ചുവന്ന പശുക്കിടാവിനെ കിട്ടുന്നില്ല. ഇന്ന് ഒരുപാട് ബ്രീഡിംഗ് സിസ്റ്റം ഉണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കളർ പാടില്ല. അതാണ് കാരണമെന്ന് അവര് പറയും. പക്ഷെ നമുക്ക് പറയാൻ വേറൊരു കാരണമുണ്ട്. ഒരേ സമയത്ത് രണ്ടാലയം ഭൂമിയിൽ നിലനിന്നുകൂടാ. ഇന്ന് ഭൂമിയിൽ ദൈവത്തിന്റെ സഭയാമാലയമുണ്ട്. ഈ സഭയാമാലയം എടുക്കപ്പെട്ടതിന് ശേഷമേ അന്ത്യക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുകയുള്ളൂ. അന്ത്യക്രിസ്തുവിന്റെ ഭരണം ഇവിടെ നിലനിൽക്കുന്ന കാലത്ത് യഹൂദൻ ആലയം ഉണ്ടായിരിക്കും. ലോകത്തിൽ ഇന്ന് പരിഹരിക്കപ്പെടാത്തതായി നിലനിൽക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് ഇന്ത്യയിലെ കാശ്മീർ പ്രശ്നമാണ്, രണ്ട് യഹൂദന്റെ പശ്ചിമേഷ്യൻ പ്രശ്നമാണ്. അറബികളും യഹൂദന്മാരും തമ്മിലുള്ള യുദ്ധമില്ലേ, ഇതാണ് രണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ. ഇതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങളും ആലോചനകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നുവരെ സമ്പൂർണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു ഗവൺമെന്റ് ഭരണത്തിലേക്ക് വരും. ആ സമിതിയുടെ ചെയർമാനാണ് അന്തിക്രിസ്തുവായി മാറാൻ പോകുന്നത്. യഹൂദന്റെ ആലയം നിലവിൽ വന്നതിന് ശേഷം ഒരാഴ്ചവട്ടം അഥവാ 7 വർഷമാണ് ഭരണകാലഘട്ടം. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടാകും. യേശു ക്രിസ്തുവിന് 3.5 വർഷത്തെ പ്രവർത്തനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം കിട്ടിയതുപോലെ യേശു ക്രിസ്തുവിന് 3.5 വർഷത്തെ പ്രവർത്തനത്തിനു വേണ്ടി ഒരു പൈശാചിക ശക്തിയുടെ അഭിഷേകം ലഭിക്കും. ആ ദുരാത്മ ബാധിതനായ അവൻ സ്വഭാവത്തിൽ മൃഗമായി മാറും. അതുകൊണ്ടാണ് അന്ത്യക്രിസ്തുവിനെ മൃഗം എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ മൃഗമല്ല, സ്വഭാവത്തിൽ അവൻ മൃഗമായി മാറും. അവൻ ഒരാഴ്ച എന്ത് ചെയ്യും? നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ 3.5 വർഷം കഴിയുമ്പോൾ യഹൂദന്റെ ആലയം ഇവിടെ ഉണ്ടായിരിക്കും. ആലയത്തിലെ പ്രധാനപ്പെട്ട യാഗങ്ങളെ അവർ നിർത്തൽ ചെയ്യും. 2 തെസ്സലോനിക്കൽ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4-5 വാക്യം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നോ നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ലോകത്തിൽ ഇന്ന് വിഗ്രഹാരാധനയില്ലാത്ത ഏക വിഭാഗം യഹൂദൻ മാത്രമാണ്. യഹൂദന്റെ ആലയത്തിനകത്ത് ആ ഗവൺമെന്റിന്റെ പ്രതിമ വെക്കണമെന്ന് പറയും, അവര് സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രാർത്ഥന വേണ്ടെന്ന് പറയും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മാത്രമാണോ, ബലമായി അവരുടെ പരിപാവനമായ ആലയത്തിനകത്ത് ആ ഗവൺമെന്റിന്റെ പ്രതിമ വെക്കും. 7-8 വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകും. എന്തുകൊണ്ട് എതിർ ക്രിസ്തു ഭരണത്തിലേക്ക് വരുന്നില്ല? എതിർ ക്രിസ്തുവിന്റെ ശക്തിയും അതിന്റെ ക്രമീകരണങ്ങളും 666 കേട്ടിട്ടില്ലേ നിങ്ങള്? അതൊക്കെ ഇന്ന് പ്രചരിക്കപ്പെട്ടിരിക്കുക. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെന്റ് ഭരണത്തിലേക്ക് വരുന്നില്ല? ഒരേ സമയത്ത് 2 ശക്തികൾക്ക് പ്രബലമാവാൻ പറ്റില്ല. ഒരേ സമയത്ത് 2 ആലയം ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞല്ലോ, ഒരേ സമയത്ത് 2 ശക്തികൾക്ക് പ്രബലമാകാൻ പറ്റില്ല. ഇന്ന് വേറൊരു ശക്തി ഭൂമിയിലുണ്ട്. അന്തിക്രിസ്തുവിന്റെ ശക്തിക്ക് പ്രബലമാകാൻ പറ്റാതെ വണ്ണം വേറൊരു ശക്തി ഭൂമിയിലുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവ് തന്റെ സഭയുമായി ഭൂമിയിൽ മാറ്റപ്പെട്ടാൽ പിന്നെ ഈ ലോകം അന്ധകാരപൂരിതമായിരിക്കും. മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ബലമായ വിശ്വാസം. ഇത് കേവലമായ ഒരു വിശ്വാസം മാത്രമല്ല, വചനത്തിലെ ഉറപ്പോടുകൂടിയ വിശ്വാസമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ച വാക്യം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും യഹൂദന്റെ ആരാധന നിർത്തിക്കളയും. ആ യഹൂദന്റെ ആലയം ഇന്നില്ല, പക്ഷെ ആലയം വരും. അന്ന് എന്ത് ചെയ്യും?
അതിന്റെ മധ്യേ ഇവന്റെ പ്രതിമ വെക്കും. അതാണ് യേശുക്രിസ്തുവാണ് എടുത്തു പറഞ്ഞത്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. മത്തായി സുവിശേഷം 24:20. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. യഹൂദൻ ഇന്ന് സ്വന്തം നാട്ടിൽ താമസിക്കുന്നെങ്കിലും നിക്കക്കണ്ണിയില്ലാത്ത ഒരു രംഗം വരും. അവർ മശിഹയെ സ്വീകരിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതിന് ഒരു കാര്യം മാത്രം ഇപ്പോൾ ഞാൻ പറയുന്നു. നിക്കക്കണ്ണിയില്ലാതെ വരുമ്പോൾ ജീവരക്ഷയ്ക്ക് വേണ്ടി യഹൂദൻ എങ്ങോട്ടേലും ഓടിപ്പോകും. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ ആകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അക്കാലത്ത് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നവർക്കും അയ്യോ കഷ്ടം. യേശു ഇതൊക്കെ പറയുമ്പോ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. ഓടിപ്പോക്കെന്ന് കർത്താവ് പറഞ്ഞില്ലേ? എന്താ യേശു പറഞ്ഞത്? വെളിപ്പാട് പുസ്തകം 6:15-17 വരെ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. ഒരു വലിയ കോപത്തിന്റെ കാലഘട്ടത്തെയാണ് മഹോപദ്രവം എന്ന് പറയുന്നത്. ഉപദ്രവങ്ങളുണ്ട്, മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാ പറയുന്നത്. ദാനിയേൽ പ്രവചനം 12:1. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടകാലം. കണ്ടോ, ഒരു ജാതി. ഏത് ജാതിയാണ്? യഹൂദ ജാതി. അവരാണ് ലോകത്തിൽ ഏറ്റവും അധികം യാതന അനുഭവിച്ച വിഭാഗം. ഹിറ്റ്ലറിന്റെ കാലത്തൊക്കെ ഗ്യാസ് ചേംബറുകളിൽ 10,000-കണക്കിന് ആളുകളെ കുത്തിത്തിരുകി ശ്വാസം കിട്ടാതെ കൊല്ലുകയാണ് ഉണ്ടായത്. യൂറോപ്പിന്റെ തെരുവിലൂടെ കുതിരകളുടെ കാൽപാദങ്ങളോളം യഹൂദന്റെ രക്തം ഒഴുകിയിട്ടുണ്ട്. ഒരു ജനത എന്ന നിലയിൽ ഏറ്റവും അധികം യാതന അനുഭവിച്ചിട്ടുള്ള സമൂഹം യഹൂദനാണ്. പക്ഷേ അവർ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ കഷ്ടമാണ് ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് യഹൂദന്റെ ഹൃദയത്തിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുകയാണ്. യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ ഹൃദയത്തിന്മേൽ ഒരു കാഠിന്യം കിടക്കുകയാണ്. എന്നാൽ ഈ മഹോപദ്രവത്തിന്റെ ഒടുവിൽ ആയുധശേഷി തീരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കഴിവും അസ്ഥാനത്തായി ആ നാടൊന്നായി നശിക്കാൻ തുടങ്ങുമ്പോൾ അവരൊരു മശിഹയ്ക്ക് വേണ്ടി നിലവിളിക്കും. അവർ സ്വർഗത്തിലേക്ക് നോക്കി, ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മശിഹയെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുവരെയും ആ മശിഹ വന്നില്ലല്ലോ, ഇപ്പോഴെങ്കിലും അയച്ചു തരണമേ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് കരയുമ്പോൾ ദൈവം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനെ അയച്ചു കൊണ്ടുതരും. ആ രക്ഷകൻ ഇറങ്ങി വരുമ്പോൾ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ മുറിവ്, സക്കറിയാ പ്രവചനം 13:6, നിന്റെ കയ്യിൽ കാണുന്ന മുറിവ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് പറയും. അവർ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും, ഏകജാതനെ ചൊല്ലി വിലപിക്കുന്നവരെ പോലെ വിലപിക്കും. അന്ന് യേശുക്രിസ്തു ഇറങ്ങി വരികയും ഒരു ജനത എന്ന നിലയിൽ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യും. അതാണ് റോമാലേഖനം 11-25 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താ രഹസ്യം? വിടുവിക്കുന്നവൻ സിയോനിൽ വരും, അവൻ യാക്കോബിൽ അഭക്തിയെ മാറ്റും, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഈ മഹോപദ്രവം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവസഭയാകുന്ന പ്രാവിനെ കർത്താവ് ഇവിടെ നിന്ന് മാറ്റും. 74-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യം. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. ദുഷ്ടമൃഗം എന്ന് വിളിക്കുന്നതാണ് അന്തിക്രിസ്തു അഥവാ എതിർ ക്രിസ്തു. കുറുപ്രാവ് എന്ന് പറയുന്നതാണ് ദൈവസഭ. ഉത്തമഗീതത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഇത് ചില ആലങ്കാരികമായ അവതരണമാണ്. പാറയുടെ പിളർപ്പിലിരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. എന്തുകൊണ്ട് ഈ പ്രാവ് പാറയുടെ പിളർപ്പിലിരിക്കുന്നു? അത് മനസ്സിലാക്കാൻ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പോകണം. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ നിയമം അവിടെ പറയുകയാണ്. ഒരുവൻ കുഷ്ഠരോഗിയായാൽ അവൻ പാളയത്തിന് പുറത്ത് ഒറ്റപ്പെട്ട് താമസിക്കണം. ഇനി അവന്റെ കുഷ്ഠം മാറിക്കഴിഞ്ഞാൽ നേരെ ഇനി കയറിപ്പോരാൻ പറ്റൂല.
അവൻ ചില പ്രക്രിയകളിലൂടെ, പ്രോസസ്സിലൂടെ കടന്നു പോകണം. കുഷ്ഠം മാറിക്കഴിഞ്ഞാൽ അവൻ 2 ജീവനുള്ള പക്ഷിയെ കൊണ്ടുവരണം. ശുദ്ധിയുള്ള പക്ഷി. ശുദ്ധിയുള്ള പക്ഷി എന്ന് പറയുമ്പോ 2 മൈനയോ തത്തയോ അങ്ങനെ കൊണ്ടുവന്നാലോ പറ്റില്ല. അത് പ്രാവിനെ കൊണ്ടുവരണം. തെളിവ് എവിടെയാ? ലൂക്കോസിന്റെ സുവിശേഷം 2:24. അവനെ കർത്താവിനെ അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പോലെ. അപ്പോ യാഗം അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് 2 പ്രാവുകൾ, ഇണപ്രാവുകൾ, മെയിൽ ആൻഡ് ഫീമെയിൽ കൊണ്ടുവന്നിട്ട് ഒരു പക്ഷിയെ ഒരു മൺകലത്തിലെ ഉറവെള്ളത്തിന് മീതെ വെച്ച് ഒരു പക്ഷിയെ കഴുത്തറുത്ത് കൊല്ലണം. അപ്പൊ 2 പ്രാക്കളെ കൊണ്ടുവരുന്നു. അതിലൊരു പ്രാവിനെ മൺകലത്തിലെ ഉറവെള്ളത്തിന് മീതെ വെച്ച് അറക്കുന്നു. എന്നിട്ട് ആ പ്രാവിനെ തിരിച്ചു പിടിക്കുന്നു. ആ പ്രാവിന്റെ രക്തമെല്ലാം ആ വെള്ളത്തിന് മീതെ വീഴുകയാണ്. അതിനുശേഷം ഈസോപ്പ് ചെടി എന്ന് പറഞ്ഞാൽ ചെറിയ ബലമില്ലാത്ത തക്കാളി ചെടി പോലത്തെ ഒരു ചെടിയാണ്. അത് കുറച്ച് കൂട്ടിക്കെട്ടിയിട്ട് ഒരു തണ്ട് പോലെ ആക്കിയിട്ട് അത് വെച്ച് ഈ വെള്ളവും രക്തവും കൂടെ ഒന്ന് കലർക്കും. കലക്കി രക്തം കലർന്ന മിശ്രിതമാകുന്ന ആ വെള്ളത്തിലേക്ക് 2 പക്ഷിയാണല്ലോ കൊണ്ടുവന്നത്. ഒരു പക്ഷി ജീവനുണ്ടല്ലോ, ആ പക്ഷിയെ ഈ രക്തത്തിലേക്ക് മുക്കി പൊക്കിയെടുക്കും. വെള്ള നിറമുള്ള ഒരു പ്രാവിനെ ഇണയുടെ രക്തത്തിൽ മുക്കിയെടുത്തപ്പോൾ അതിന്റെ കളറ് മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, കണ്ടാലും സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. ചുവപ്പ് കളറായി മാറിയ ജീവനുള്ള പക്ഷിയെ ഇണയുടെ രക്തത്തിൽ മുക്കിയിട്ട് പുറത്തേക്ക് പറപ്പിച്ചു വിടണം. ഈ പ്രാവ് പിന്നെ എവിടെ പോയി ജീവിക്കും? പറന്ന് പഴയ പ്രാക്കളുടെ കൂട്ടത്തിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞാൽ ഈ കളർ വ്യത്യാസത്തിന്റെ പേരിൽ ബാക്കിയുള്ള പ്രാക്കൾ ഇതിനെ കൊത്തും. ഈ പ്രാവിനി എങ്ങോട്ട് പോവും? യിരെമ്യാപ്രവചനം 48:28 വാക്യം. മോവാബ് നിവാസികളെ, പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവിൻ. ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവെക്കുന്ന പ്രാവിനെ പോലെയാകുവിൻ. അപ്പൊ ഈ പ്രാവ് പറന്നുപോയി പാറയുടെ ഗുഹയ്ക്കുള്ളിൽ കൂടുവെച്ച് കഴിയുകയാണ്. എന്തുകൊണ്ട് കൂടുവെച്ച് താമസിക്കുന്നു? ഒരു പ്രാവ് അതിന്റെ ഇണ മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ സന്യാസി പോലെ ബ്രഹ്മചര്യമായി ജീവിക്കും. ഈ പ്രാവിന്റെ ഇണം കൊല്ലപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ആ ഇണയുടെ രക്തത്താലാണിത് കളർ മാറ്റപ്പെട്ടത്. ഇത് പറന്നുപോയി പാറയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറുകി ഞരങ്ങി എല്ലാം സഹിച്ചും വഹിച്ചും കൊണ്ട് ആ പാറയുടെ പിളർപ്പിൽ ആ പ്രാവായിരിക്കുകയാണ്. ആ പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവിനോട് കർത്താവ് പറയാണ്, എന്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ ഒരു വ്രതം പോലെ തീരുമാനത്തോടെ കാത്തിരിക്കുന്ന കുറെ വിശുദ്ധന്മാർ ലോകത്തിലുണ്ട്. ആ സഭയോട് കർത്താവ് പറയാണ്, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഇന്ന് നമുക്ക് ദൈവമുഖം കാണാൻ ആഗ്രഹമുണ്ട്. യേശുവിനെ നേരിൽ കാണാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? യേശു ക്രിസ്തുവിനും നമ്മളെ അടുത്ത് കാണാൻ ആഗ്രഹമുണ്ട്. നമ്മളെ തന്റെ അടുക്കൽ ചേർക്കാൻ അവനും കൊതിയോടെ കഴിയുകയാണ്. കാലങ്ങൾ അതിനൊരു ക്രമീകരണം അവൻ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. അതിന്റെ സമയത്ത് അവൻ നമ്മെ തന്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളും. നമ്മൾ വായിച്ച വാക്യം, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത്. ദുഷ്ടമൃഗം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തുവിനെ ചവിട്ടി മെതിക്കാൻ ആ കുറുപ്രാവിനെ ദൈവം ഏൽപ്പിക്കുകയില്ല. മഹോപദ്രവത്തിനു മുമ്പ് സഭ എടുക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ ബലമായ വിശ്വാസം. അതിന് ഒത്തിരി കാരണങ്ങൾ പറയാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ, ഇന്ത്യയിലെ സ്ഥാനാപതികൾ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അവരുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കും. നാം കർത്താവിന്റെ സ്ഥാനാപതികളാണ്. എഫേസ്യ ലേഖനം 6:19, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷം. കണ്ടോ സ്ഥാനാപതി. 2 കൊരിന്ത്യർ ലേഖനം 5:20, അവൻ ഞങ്ങളെ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. കണ്ടോ, CA, ക്രൈസ്റ്റ് അംബാസിഡേഴ്സ്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് നോഹയെയും കുടുംബത്തെയും ദൈവം ഒരു പെട്ടകത്തിലേക്ക് കയറ്റിയിട്ടാണ് ന്യായവിധി അയച്ചത്.
ലോത്തിന്റെ കാലത്ത് സൊദോമിൽ തീയും ഗന്ധകവും വർഷിപ്പിക്കുന്നതിന് മുമ്പ് അവരെ ഒരു പർവ്വതത്തിലേക്ക് മാറ്റിയതിനു ശേഷമാണ് സൊദോം ഗൊമോറയിൽ തീയും ഗന്ധകവും വർഷിപ്പിച്ചത്. ക്രിസ്തുവിന്റെ ഇനിയുള്ള പ്രത്യക്ഷതയ്ക്ക് രണ്ട് പതനങ്ങളുണ്ട്, രണ്ട് മുഖങ്ങളുണ്ട്. യേശു ഇനി 2 പ്രാവശ്യം വരും. യേശു സ്വർഗാരോഹണം ചെയ്തില്ലേ? യേശു 2 പ്രാവശ്യം സ്വർഗാരോഹണം ചെയ്തു. ഒന്ന്, യേശു കുരിശിൽ മരിച്ചിട്ട് ആത്മാവിൽ അവൻ പാതാള ലോകത്തിലേക്ക് പോയി. പാതാള പർദീസയിൽ പാർത്തിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ യേശു വിടുവിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഈ പോക്കിനിടയിലാണ് മഗ്ദലക്കാരി മറിയ കല്ലറയുടെ വാതിൽക്ക് നിന്ന് കരയുന്നത്. അവളോട് യേശു പറഞ്ഞു, ഇതുവരെ ഞാൻ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എന്നാൽ നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവും നിങ്ങളുടെ പിതാവും എന്റെ പിതാവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു. 3-ാം ദിവസം രാവിലെ പാതാള പർദീസയിൽ പാർത്തിരുന്ന വിശുദ്ധന്മാരെ സൗഭാഗ്യത്തിലാക്കാൻ യേശു ഒരു രഹസ്യ സ്വർഗാരോഹണം ചെയ്തു. പിന്നെ 40 ദിവസം ശിഷ്യന്മാരോടുകൂടെ നടന്നിട്ട് 40-ാം ദിവസം സകലരും കാണെ ഒലിവ് മലയിൽ നിന്ന് അവൻ പരസ്യമായി സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ 2 സ്വർഗാരോഹണം, രഹസ്യമായി എന്നാ ഉയർപ്പിന്റെ ദിവസം രാവിലെ, പരസ്യമായി 40-ാം ദിവസം. ഇതുപോലെ യേശു ഇനി 2 പ്രാവശ്യം വരും. ഒന്ന്, രഹസ്യമായ വരവ്, അത് ഈ മേഘത്തിൽ വരികയുള്ളൂ. അതിനെ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത്. അവിടെയാണ് തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഒക്കെ വായിക്കുന്ന വാക്യങ്ങൾ നിവർത്തിയാവുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്. മനസ്സിലായോ? റാപ്ചർ എന്ന പദമാണ് കോട്ടപ്പ്. അമേൻ, എടുക്കപ്പെടുകയാണ്. അത് കർത്താവിന്റെ രഹസ്യമായ വരവ്, സഭയെ ചേർക്കാനുള്ള വരവ്. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത്. ആ വരവിന് ശേഷമായിരിക്കും 7 വർഷം. നമ്മൾ കണ്ട 483 കഴിഞ്ഞിട്ടൊരു 7 വർഷം ഇല്ലേ, ഒരാഴ്ച വട്ടം. ആ 7 വർഷം, ആ 7 വർഷത്തിന്റെ ഒടുവിൽ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷമാകും. അവന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടും, ഒലിവുമല 2ആയി പിളർന്നു പോകും. ആ വരവാണ് യഹൂദന് വേണ്ടിയുള്ള കർത്താവിന്റെ വരവ്. അത് സകലരും കാണുകയുള്ള വരവാണ്. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരൊക്കെയും അവനെ കാണും. അപ്പൊ കർത്താവ് 2 പ്രാവശ്യം വരും. ഒന്ന്, സഭയെ ചേർക്കാൻ വരും. അത് നാളും നാഴികയും ആർക്കും അറിഞ്ഞുകൂടാ. പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യമാണ്. കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നത് രഹസ്യമായ വരവാണ്. മേഘത്തിൽ വരികയുള്ളൂ. എന്നാൽ പ്രത്യക്ഷമായ വരവ് ഭൂമിയിലേക്ക് വരും. അവന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടും. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമം കൃപയാലത്രേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമം കൃപയാലത്രേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ
മതിയായ ബല